ഹായ് ഗൈസ്, ഇന്ന് മെസ്സ് പോയപ്പോൾ ഇതാണ് കണ്ടത്. നിങ്ങൾ വിചാരിക്കുന്നത് എന്റെയാണ്, പക്ഷെ ഇത് എന്റെ അല്ല, ഇത് ഇവന്റെ ആണ്. കിട്ടിയ ചപ്പാത്തിയും കഴിച്ച് നമ്മൾ നേരെ കോളേജിലേക്ക് നടന്നേ. അവിടെ ഫസ്റ്റ് കണ്ട കാഴ്ച ഇതായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ മഴ വന്നപ്പോൾ എവിടുന്നവർ കിട്ടിയ ഒരു കൊടയിൽ നമ്മൾ 5 പേരെ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി നിന്ന്. അപ്പോഴാണ് വേറൊരു കാഴ്ച കണ്ട് നമ്മൾ ഹോസ്റ്റലിൽ 3 നാൾ നടന്ന ഒരു കൊടയിൽ. മഴയാണെങ്കിൽ ഒരു വായ നോട്ടിന് ഒരു കുറവില്ല, ഓർത്തത മതിൽമ കയറി വായ നോക്കുന്നത്. നമുക്ക് എന്തായാലും നമുക്ക് ചായ കിട്ടിയേ പറ്റൂ. അപ്പൊ നമ്മളൊരു കൊടയെ എടുത്ത് നമ്മൾ നേരെ ചായ കടയൊക്കെ നടന്നു. ഇനി എത്ര ഉണ്ട്? 500 മൈനസ്. പക്ഷെ എന്നാലും ചായ പിടിക്കും. കോളേജ് ക്യാൻറ്റീനിലേക്കാണ് ചായ പിടിക്കാൻ പോയത്. വിഷയം എല്ലാവരും വിളിച്ച് പൈസ ആക്കി 2 വടിയും കഴിച്ച് നമ്മൾ നേരെ തലശ്ശേരിയിലേക്ക് പോകാൻ ഇറങ്ങി. തലശ്ശേരി പോയിട്ട് ബാങ്കിൽ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. ബാങ്കിൽ പോയപ്പോഴാണ് ഒരുത്തൻ ഒരേ കോൾ വീട്. എത്ര സംസാരിച്ചിട്ട് അയാൾ കോൾ തീരുന്നില്ല. നമ്മളെ ബോറടിച്ച് ഇരുന്ന പേപ്പർ മൊത്തം വായിച്ച് തീർത്ത് അയാൾ കോൾ തീരുന്നില്ല. ലാസ്റ്റ് ഡെലിവറി ക്ഷീണിച്ച് അവിടെ ഇരുന്നു. അപ്പോഴാണ് മാനേജറിന്റെ റൂമാണ്. അപ്പൊ വേറെ സാലറി നോക്കാൻ വിചാരിച്ചിട്ട് ഗൂഗിൾ കയറിയതാണ്. കണ്ടപ്പോൾ നമ്മൾ നെട്ടിപ്പോയി. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വലിയവർ പറയുന്നത് ആയ കാലത്ത് പഠിച്ചോളി കുരിപ്പാളേന്ന്. അങ്ങനെ അതും കഴിഞ്ഞാൽ പോയ സിറ്റി മാളിലാണ്. അവിടുത്തെ എസ്കലേറ്റർ വർക്കും ചെയ്യുന്നില്ല. അങ്ങനെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റ് കയറി ലേസി മേടിച്ചു. പക്ഷേ ഗൈസ് ശരിക്കും പറ്റിക്കലാണ്. ആകെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതും കഴിച്ച് ഒരു അഡ്രസ്സ് ചെയ്ത് കൊറിയർ അയക്കാണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് നമ്മൾ ഹോസ്റ്റലിലെത്തി. ഹോസ്റ്റലിൽ ചോറ് മഞ്ഞക്കറി പിന്നെ മീൻ പൊരിച്ചതുണ്ടായിരുന്നു. അതും കഴിച്ചു. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ പോയപ്പോൾ നല്ല മഴയായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ വർക്കൗട്ട് മുടങ്ങിയില്ല. പറ്റുന്നിടത്തോളം നമ്മൾ ബോഡി നല്ല ആക്റ്റീവ് ചെയ്യാൻ നോക്കും. നല്ലോണം സ്ട്രെച്ചിങ് നല്ലോണം റൊട്ടേഷൻ എല്ലാം ചെയ്ത് നമ്മൾ 2 സ്റ്റൈഡ് ഇട്ടു. അത് കഴിഞ്ഞ് ഇന്നത്തെ വർക്കൗട്ട് നമ്മൾ 1005 സെറ്റ് ആയിരുന്നു. എല്ലാം ഒരു 50% സ്പേസിലാണ് ചെയ്തത്. കാരണം നമ്മുടെ ബോഡി പറഞ്ഞാൽ നല്ല ഫാറ്റ് ഉണ്ട്. അപ്പോൾ ഓവർ സ്ട്രെയിൻ എടുത്ത് ചെയ്താൽ നല്ല പരിക്ക് വരും മുട്ടിനല്ലോ. അങ്ങനെ റെപ്പറ്റീഷൻ വർക്ക് കഴിഞ്ഞ് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്ത് 100 പുഷപ്പ് അടിച്ചു. പുഷപ്പ് കഴിഞ്ഞ് വാം ഡൗൺ ചെയ്ത് നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് പോയി. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രയുള്ളൂ. ബാക്കി നാളെ.